രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന പാലക്കാടിൻ്റെ MLA അദ്ദേഹത്തെ ഇന്നലെ KPM റീജൻസി എന്ന് പറയുന്ന ഒരു പ്രധാനപ്പെട്ട ഹോട്ടലിൽ നിന്ന് ഇന്നലെ രാത്രി 12:30 പോലീസ് കസ്റ്റഡിയിലെടുത്തു. ആ കസ്റ്റഡിയിലെടുത്തപ്പോഴത്തേക്കും ചെറുതായിട്ട് രക്ഷപ്പെടാനൊക്കെ നോക്കി, വാതിലൊക്കെ തുറക്കാതിരിക്കാൻ നോക്കി. പക്ഷേ പോലീസിൻ്റെ അടുത്ത് ആ പണിയൊന്നും നടന്നില്ല. കാരണം ഇത്തവണ പോലീസ് G. പൂങ്കുഴലിയുടെ നേതൃത്വത്തിൽ വളരെ സുശക്തമായിട്ടാണ് നീങ്ങിയത്. കാരണം ഈ പരാതി വന്നത് പോലും ആരെയും അറിയിച്ചില്ല. ഈ പരാതി തന്നെ കാനഡയിലുള്ള ഒരു സ്ത്രീയാണ് ഈ പരാതി കൊടുത്തത്. അവർ പത്തനംതിട്ട സ്വദേശിയാണ്. അപ്പോൾ അവരാണ് ഈ പരാതി കൊടുത്തത്. അപ്പോൾ ഈ പരാതി യഥാർത്ഥത്തിൽ കിട്ടുകയും പിന്നെ മുഖ്യമന്ത്രിക്ക് തന്നെ ഒരു വോയിസ് മെസ്സേജ് കിട്ടുകയും അതിനുശേഷം ഈ പരാതിയിൽ അവർക്ക് വീഡിയോ കോളിലൂടെ അവരുടെ മൊഴിയെടുക്കുകയും ഒക്കെ ചെയ്തതിന് ശേഷം വളരെ രഹസ്യമായി പോലീസ് നീങ്ങി. ഏതാണ്ട് 2 ദിവസമായിട്ട് പോലീസ് അവിടെ മഫ്റ്റി വേഷത്തിലൊക്കെ താമസിച്ചിരുന്നു. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ റൂമിൽ നിന്ന് PAയും അതുപോലെ ബാക്കിയുള്ള ആളുകളൊക്കെ പോയതിന് ശേഷം ഇദ്ദേഹത്തെ കൈയോടെ പിടികൂടുകയാണ് ഉണ്ടായത്. ആ കൈയോടെ പിടികൂടിയതിന് ശേഷം ഈ പിടികൂടുമ്പോൾ എനിക്കതിൽ പ്രധാനപ്പെട്ടൊരു കാര്യം നിങ്ങളോട് പറയാനുള്ളത്, ഞാൻ ഇത് കൃത്യമായി ഈ നമ്മുടെ ചാനലിൽ തന്നെ പല വീഡിയോകളിലും ഞാൻ പറഞ്ഞിരുന്നു. ഇതൊന്നല്ല, 2 അല്ല, 3 അല്ല, ഇനിയും നിരവധി പരാതികൾ വരും എന്നുള്ളത് ഞാൻ പറഞ്ഞിരുന്നു. ഇനിയും പരാതികൾ ഒരുപാട് വരും എന്നുള്ളത് തന്നെയാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നൊരു കാര്യം. അതുകൊണ്ട് ഇതിൽ കൊണ്ടൊന്നും അവസാനിക്കും എന്നുള്ളത് നിങ്ങൾ വിചാരിച്ച് പോകരുത്. പക്ഷേ ആദ്യത്തെ പരാതി വന്നു, അതിൽ ഇവർ ഒരുപാട് ന്യായീകരണങ്ങളൊക്കെ ചമച്ചു. അതിനെക്കുറിച്ച് ഞാൻ മറ്റൊരു വീഡിയോ ചെയ്യുന്നുണ്ട്, ഈ ന്യായീകരണങ്ങളെക്കുറിച്ച്. അതവിടെ നിൽക്കട്ടെ. രണ്ടാമത്തെ പരാതി വന്നു. പക്ഷേ മൂന്നാമത്തെ പരാതി ആകുമ്പോഴേക്കും 2 കാര്യങ്ങൾ കൂടി വന്നു. ആ 2 പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, മൂന്നാമത്തെ വേദിയിൽ ഇവൻ ഈ പറയുന്ന പോലെ ആ പെൺകുട്ടിയെ ചതിച്ചു എന്നുള്ളത് മാത്രമല്ല, പ്രധാനപ്പെട്ടൊരു കാര്യം കൂടിയുള്ളത് അതിൽ നിന്ന് പണമടിച്ചു മാറ്റാനുള്ളൊരു ശ്രമം കൂടി നടത്തി എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ 10,000 രൂപയുടെ വാച്ച് ഇവൻ എന്ത് ചെയ്തു, അടിച്ചു മാറ്റി. ആ 10,000 രൂപ മേടിച്ചു. കൂടാതെ നിങ്ങൾ അറിയേണ്ടത്, ഈ പറയുന്ന മറ്റ് പലതിനുമൊക്കെ ഇവർ എന്ത് ചെയ്തു, ശരിക്കും പറഞ്ഞാൽ പറയുന്നതിന് ബുദ്ധിമുട്ടുണ്ട്. ഇൻ്റർവെയർ മേടിക്കുന്നതിന് വരെ കാശ് പിന്നെ എന്ത് ചെയ്തു, മേടിച്ചു. അങ്ങനെ പല കാര്യങ്ങൾക്ക് കാശ് മേടിച്ചു. പിന്നെ ഇവൻ കുറച്ചൊരു വലിയ പരിപാടിക്ക് നീണ്ടുവന്നു. അത് 1.25 കോടി രൂപയുടെ ഒരു ഫ്ലാറ്റ്, 3 ബെഡ്റൂം ഫ്ലാറ്റ് തന്നെ ഇവർ മേടിക്കാമെന്ന് പറഞ്ഞു. ഭാഗ്യത്തിന് അതിന് ഈ പെങ്കൊച്ചിൻ്റെ കയ്യിൽ കാശില്ലെന്ന് പറഞ്ഞു. അതുകൊണ്ട് ആ കാശ് നഷ്ടപ്പെട്ട് പോയില്ല. പിന്നെ ഇതിനേക്കാളൊക്കെ പ്രധാനപ്പെട്ടൊരു കാര്യം എന്ന് പറയുന്നത്, നമ്മളെ വയനാട് ഈ പറയുന്ന പോലെ വലിയ ദുരന്തമുണ്ടായാലും ആ ദുരന്തവുമായി ബന്ധപ്പെട്ടും ഈ പെൺകുട്ടിയുടെ കയ്യിൽ നിന്ന് ഫെനി നൈനാൻ എന്ന് പറയുന്നവൻ 5,000 രൂപ എന്ത് ചെയ്തു, മേടിച്ചു. കൂടാതെ ഇവന് നിലമ്പൂരിൽ നിൽക്കുമ്പോൾ ഫുഡ് കഴിക്കാൻ കാശില്ല എന്ന് പറഞ്ഞ് 10,000 രൂപ മേടിച്ചു. അങ്ങനെ കുറേ കാശും കൂടി ആ പെൺകുട്ടിയെ ഊറ്റി എന്നുള്ളതാണ് ഇവൻ്റെ പ്രധാനപ്പെട്ട കാര്യം. ആ കേസിലേക്ക് നയിച്ച കാര്യമെന്ന് പറയുന്നത്, ഈ പെൺകുട്ടി യഥാർത്ഥത്തിൽ ഇവന് ഒരു ഫ്ലിപ്കാർട്ടിൽ നിന്ന് എന്തോ ഓർഡർ ചെയ്തതിൻ്റെ മെസ്സേജ് ആയിട്ട് വേറെ ഏതോ ഒരു ആകുലിന് അയച്ചപ്പോൾ അബദ്ധത്തിന് ഇവനെ അയച്ചു പോയതാണ്. അത് അയച്ചു പോയത് കൊണ്ട് എന്ത് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ഇവൻ നിരന്തരമായി ഹലോ പറയുകയും സംസാരിക്കുകയും അതിനുശേഷം ഈ പറയുന്ന പോലെ എന്താണ് നിങ്ങളുടെ പ്രശ്നമെന്ന് ചോദിക്കുകയും അങ്ങനെ വീട്ടിൽ കുടുംബവുമായി ഭർത്താവുമായിട്ടൊക്കെ എന്തോ പ്രശ്നമുണ്ടെന്ന് ആ പെൺകുട്ടി പറയുകയും ഒക്കെ ചെയ്തപ്പോൾ, ഞാൻ എന്നും നിങ്ങളുടെ നല്ല സുഹൃത്തായിരിക്കുമെന്നും പിന്നീട് ഈ പറയുന്ന പോലെ എനിക്ക് വലിയ റെസ്പെക്റ്റാണ്, ബഹുമാനമാണെന്നും പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവൻ്റെ രൂപവും മട്ടമൊക്കെ മാറി. ഇവൻ പറയുന്നത്, എനിക്ക് നിങ്ങളോട് പ്രണയമാണെന്നും എനിക്ക് ഒരിക്കലും കുട്ടികളെ നോക്കാനൊന്നും സമയമുണ്ടാവില്ല, ഞാൻ നല്ല ഭർത്താവായിരിക്കില്ല, പക്ഷേ ഞാൻ നല്ല അച്ഛനായിരിക്കും എന്നൊക്കെ പറഞ്ഞ് ഈ പറഞ്ഞ പോലെ ആ പെൺകുട്ടിയെ വലിയ തോതിൽ പ്രലോഭിപ്പിക്കുകയും എനിക്ക് നിങ്ങളിൽ ഒരു കുട്ടി വേണം എന്നുള്ളത് ആവശ്യപ്പെട്ടു. കുട്ടി എന്ന് പറഞ്ഞാൽ ഇവന് ഒരു കുട്ടിയല്ല, ഇവൻ്റെ പെങ്ങൾക്ക് കുട്ടികളില്ല, അതുകൊണ്ട് 3 കുട്ടികൾ വേണമെന്നാണ്. ഇവൻ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ എത്ര കുട്ടികളാണ്, ഇവനൊരു 25 50 കുട്ടികളോ 150 കുട്ടികളായിട്ടാണ് ഇവൻ ടാർഗറ്റ് ചെയ്തതെന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ കുട്ടികൾ എല്ലാവരുടെയും വേണം എന്നുള്ളത് മസ്റ്റാണ്. അങ്ങനെ കുട്ടികൾ വേണമെന്ന് ആവശ്യപ്പെടുകയും ഈ പെൺകുട്ടി കാണാനായിട്ട് ഇവിടെ കേരളത്തിലെത്തിയപ്പോൾ ഇവൻ ആ പെൺകുട്ടിയോട് തന്നെ താഴെ റെസ്റ്റോറൻറ്റിലിരിക്കല്ലേ, ഞാനൊരു യുവജന വിഭാഗത്തിൻ്റെ നേതാവാണ്, അതുകൊണ്ട് സെലിബ്രിറ്റിയാണ്, എന്നെ ആളുകൾ തിരിച്ചറിയും, അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യും, മോളിൽ റൂം എടുത്ത് വിശ്രമിക്കൂ എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്തു, റൂം എടുത്തിരുന്നു. 2 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഇവൻ വന്നപ്പോൾ ഇവൻ വളരെ മാന്യനായതുകൊണ്ട് ഇവൻ അപ്പം തന്നെ കയറി എന്ത് ചെയ്തു, ആക്രമിച്ച് മുഖത്തടിക്കുകയും പോയൊക്കെ ചെയ്തതിന് ശേഷം ഇവൻ എന്ത് ചെയ്തു, ബലാത്സംഗം ചെയ്തു, കീഴ്പ്പെടുത്തി. ആ ബലാത്സംഗം ചെയ്ത് കീഴ്പ്പെടുത്തിയതിന് ശേഷം പിന്നെ ഏതാണ്ട് ഒരു കൊല്ലത്തോളം 1.5 കൊല്ലത്തോളം ഇതുപോലെ വിവാഹം ചെയ്യാം എന്നൊക്കെ പറഞ്ഞ് എന്ത് ചെയ്തു, ഈ പെൺകുട്ടിയെ പ്രലോഭിപ്പിച്ച് കൂടെ നിർത്തി. ആ കൂടെ നിർത്തിയതിന് ശേഷമാണ് ഇതിലൊക്കെ ചില ന്യായീകരണ തൊഴിലാളികളുണ്ട്. അവരുടെ ന്യായീകരണത്തെക്കുറിച്ച് എൻ്റെ അടുത്ത വീഡിയോ വരുന്നുണ്ട്, അതുകൊണ്ട് ഞാൻ ഇതിനകത്ത് പറയുന്നില്ല. അതിനുശേഷം ഇവൻ എന്ത് ചെയ്യുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ, പിന്നീട് പാലക്കാട് എത്തിയപ്പോൾ ഈ പെൺകുട്ടി കാണണമെന്ന് പറഞ്ഞപ്പോൾ ഇവൻ എന്ത് ചെയ്തു, ഫോൺ എടുക്കാൻ തയ്യാറായില്ല എന്നുള്ളത് പോട്ടെ. നിങ്ങൾ അറിയേണ്ടത്, ഇവൻ ഭീഷണിപ്പെടുത്തിയ ചാറ്റുകളൊക്കെ പുറത്തേക്ക് വന്നിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ഈ പെൺകുട്ടിയുടെ അനിയത്തിയുടെ കല്യാണം മുടക്കുമെന്നും അനിയത്തിയെയും വീട്ടുകാരെയും ഒക്കെ തന്നെ ഞാൻ എന്ത് ചെയ്യും, ഉപദ്രവിക്കുമെന്നും അതുപോലെ തന്നെ നീയെല്ലാം ആര് ഭീഷണിപ്പെടുത്തിയാലും ഞാനൊന്നും നിൽക്കില്ലെന്നും
വേറെ ഞാൻ എന്നെ പേടിപ്പിക്കാൻ നോക്കണ്ടെന്നും ഞാനാകെ തകർന്നിരിക്കുകയാണെന്നൊക്കെ പറഞ്ഞുള്ള നിരവധി വാട്സപ്പ് മെസ്സേജുകളൊക്കെ തന്നെ ഇവൻ എന്ത് ചെയ്യുന്നുണ്ട്, അയക്കുന്നുണ്ട്. എന്താണെങ്കിലും ഇവൻ്റെ ഓപ്പറേഷൻ ഈ പറഞ്ഞ പോലെ മോഡ് ഓഫ് ഓപ്പറേഷൻ ഒന്നുപോലെ തന്നെയാണ്. കാരണം എല്ലാ സ്ത്രീകളിലും ഇവന് കുട്ടി വേണം, അതുപോലെ ഇവൻ വളരെ എന്ത് ചെയ്യണം, ജെന്യുവൻ ആയിരിക്കണം എന്നുള്ളതാണ്. എനിക്കിതൊക്കെ കേൾക്കുമ്പോൾ വലിയ അത്ഭുതമൊന്നുമില്ല. കാരണം പ്രമുഖരായിട്ടുള്ളൊരു കോൺഗ്രസ് നേതാവ്, ഞാനിപ്പോൾ പേര് പറയുന്നില്ല, അദ്ദേഹത്തിൻ്റെ പേര് കേട്ടാൽ നമ്മൾ ചിലപ്പോൾ ഒരു സ്ത്രീയുടെ പേരാണെന്ന് തെറ്റിദ്ധരിക്കുന്നൊരു നേതാവുണ്ട് കൊല്ലത്ത്. അപ്പോൾ ആ നേതാവ് ഒരിക്കലും ഇവർ ഒരു മെസ്സേജ് അയച്ചു. ആ മെസ്സേജ് അയച്ചത് ഹാപ്പി ബർത്ത്ഡേ എന്ന് പറഞ്ഞ് ഇവൻ്റെ ബർത്ത്ഡേക്ക് മെസ്സേജ് അയച്ചു. ആ മെസ്സേജ് അയച്ചപ്പോഴത്തേക്ക് ഇവൻ പിന്നെ തുരുതുര അങ്ങോട്ട് വിളിയായിരുന്നു. കാരണം വിളിച്ചിട്ട് അവൻ വിചാരിച്ചു ഈ പറഞ്ഞ പോലെ സ്ത്രീയാണെന്ന്. കാരണം ട്രൂ കോളറിലായിട്ട് നമ്പർ കണ്ടപ്പോൾ സ്ത്രീയാണെന്ന് വിചാരിച്ചു. ലാസ്റ്റാണ് അയാൾ പറയുന്നത്, എടാ ഞാൻ സ്ത്രീയല്ല, നീ വെച്ചിട്ട് കൂടാ എന്ന് പറഞ്ഞപ്പോഴാണ് അവൻ എന്ത് ചെയ്തത്, നിർത്തിയത്. അല്ലെങ്കിൽ രാത്രി 10 മണിക്ക് 11 മണിക്കായിട്ട് പുള്ളി മെസ്സേജ് അയച്ചതിന് ശേഷം പുള്ളി ഉച്ചയ്ക്ക് രാത്രി 2 മണിക്ക് എടുത്ത് നോക്കുമ്പോൾ ഏതാണ്ട് 25 കോളാറ്റം ഉണ്ടായിരുന്നു. അപ്പോൾ ഇതിനിടയിൽ ഇവൻ എന്ത് തരത്തിലുള്ള പ്രവർത്തനമാണ് യൂത്ത് കോൺഗ്രസിന് വേണ്ടി നടത്തിയത് എന്നുള്ളത് എനിക്കറിയില്ല. ഞാൻ നേരത്തെ തന്നെ പല കോൺഗ്രസ് നേതാക്കന്മാരോട് ഇവരോടൊക്കെ പറഞ്ഞു, ഇത് സംരക്ഷിക്കാൻ കഴിയാത്ത വിധം വലിയ പ്രശ്നങ്ങളിലേക്കാണ് പോയേക്കണത് എന്ന് പറഞ്ഞു. പക്ഷേ പ്രശ്നങ്ങൾ ഇവിടെ കൊണ്ടും നിൽക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അതിന് പ്രധാനപ്പെട്ടൊരു കാരണം, ഈ പാലക്കാട് ഇവനൊരു സ്ഥലമുണ്ട്, അവിടെ വന്ന് വിശ്രമിക്കുമെന്നൊക്കെ പറഞ്ഞപ്പോൾ പിന്നീട് പറഞ്ഞേക്കണ ഒരു ഡയലോഗ്, വടകരയിലൊരു ഫ്ലാറ്റുണ്ട്, ആ ഫ്ലാറ്റിലേക്ക് വരൂ എന്നുള്ളതാണ്. ഈ വടകര എന്ന് പറയുന്നത് ആർക്കാണ് ഫ്ലാറ്റ് ഉള്ളത്, എന്താണ് എന്നൊക്കെ ഉള്ളത് നിങ്ങളൊന്ന് ഊഹിച്ചെടുത്താൽ മതി. എന്ന് പറഞ്ഞാൽ ഇത് വീണ്ടും വലിയ പ്രശ്നങ്ങളിലേക്കാകും എന്നുള്ളതാണ് പറയാനുള്ളത്. ഇനി രണ്ടാമത്തെ കാര്യം, കേരള പോലീസിൻ്റെ ഒരു ഗതികേടൊന്ന് ആലോചിക്കണം. നമ്മുടെയൊക്കെ പണമുള്ള 10-35 പോലീസുകാർ, 50 പോലീസുകാർ ഒരു ദിവസം മുഴുവൻ ഇവൻ്റെ പുറകെ നടന്ന് സമയം കളയുകയാണ്. ഒന്ന് ആലോചിച്ച് നോക്ക്, 2-3 ദിവസമായിട്ട് പുറകെ നടന്ന് സമയം കളയാണ്. ഒരു 10 പേര് ജീവനക്കാരുള്ളവർ ആരെങ്കിലും ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ ഈ 10 ജീവനക്കാരെ ഏതാണ്ട് ഉച്ചവരെ വെറുതെ ഇരുന്നാൽ പോലും ആ മുതലാളിയുടെ ചങ്കത്ര ഇടിക്കും എന്നുള്ളത് ഈ ഒരു സ്ഥാപനം തുടങ്ങിയ ആളുകൾക്ക് പറഞ്ഞാൽ മനസ്സിലാവും. അപ്പം നമ്മുടെയൊക്കെ കാശും കൊടുത്തുള്ള 10-35 പോലീസുകാർ ഇവൻ്റെ പുറകെ നടക്കുകയാണ്. കൂടാതെ ഇവരെ അറസ്റ്റ് ചെയ്തതിന് ശേഷം വലിയ പ്രക്ഷോഭമാണ് ഉണ്ടായിട്ടുള്ളത്. 5 മിനിറ്റ് ദൂരം, ഏതാണ്ട് ഒരു 3 മിനിറ്റ് ദൂരം മജിസ്ട്രേറ്റിൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി തന്നെ പോലീസുകാർ വിട്ട പണി എനിക്കറിയാം. ഞാൻ വിചാരിച്ചത് ഇനി പോലീസിന് വല്ല ഹെലികോപ്റ്റർ എങ്ങാനും മേടിക്കേണ്ടി വരുമോ, കാരണം ഇവന് ഇനി അപ്പുറത്തേക്ക്, അതായത് മജിസ്ട്രേറ്റിൻ്റെ വീട്ടിലൊരു ഹെലിപ്പാഡ് വേണം, ഇപ്പുറത്ത് ഹോസ്പിറ്റലിലെ ഹെലിപ്പാഡ് വേണം, പിന്നെ പോലീസ് സ്റ്റേഷനിലെ ഹെലിപ്പാഡ് വേണം എന്നുള്ള ലെവലിലേക്കാണ് എന്ത് ചെയ്തിട്ടുള്ളത്, മാറിയിട്ടുള്ളത്. ഇത്തരത്തിലുള്ള പണികളാണ് ഇവൻ ചെയ്തുകൊണ്ടിരുന്നത്. എന്താണെങ്കിലും ഒരു കാര്യം ഉറപ്പാണ്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇതിവിടം കൊണ്ടൊന്നും അവസാനിക്കും എന്ന് വിചാരിക്കേണ്ട. കാരണം ഇനിയും നിരവധി കാര്യങ്ങൾ കൂടി പുറത്തേക്ക് വരും എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ഇതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇവൻ്റെ കൂടെയുള്ള ഈ പറഞ്ഞ കുറേ സൈബർ സേനകളും കാളികൂളി സംഘങ്ങളുമൊക്കെ വിചാരിച്ചിരുന്നൊരു കാര്യം, ഈ ഇരകളെയും അതിജീവിതകളെയും ഒക്കെ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അവരാരും പുറത്തോട്ട് വരില്ലെന്നാണെങ്കിൽ അവരുടെയൊക്കെ ഓവർ വേഷം കെട്ടുകൾ കൊണ്ടും ഓവറായിട്ടുള്ള ഈ പറയുന്ന പ്രകോപിപ്പിക്കൽ കൊണ്ടുമാണ് ഇത്തരം തലവേദനകളിലേക്ക് ഇവൻ എത്തിപ്പെട്ടത് എന്നുള്ളത് ഇവനൊന്നും മനസ്സിലാക്കുന്നത് വളരെ വളരെ നന്നായിരിക്കും. എനിക്ക് യഥാർത്ഥത്തിൽ എനിക്ക് പരിചയമുള്ള വലിയൊരു ചാനലൊക്കെ തന്നെ നടത്തുന്നത് എന്ന് പറഞ്ഞാൽ ഒരു ഓൺലൈൻ പോർട്ടലൊക്കെ നടത്തുന്ന ഒരു വ്യക്തിയുണ്ട്. ആ വ്യക്തി യഥാർത്ഥത്തിൽ ഒരു പെൺകുട്ടിയുമായിട്ട് വലിയ ബന്ധം സ്ഥാപിക്കുകയും ഇതുപോലെ തന്നെ പറ്റിക്കുകയും ഒക്കെ ചെയ്തതാണ്. അപ്പോൾ അതൊക്കെ ചെയ്തതിന് ശേഷം യഥാർത്ഥത്തിൽ ഈ പറ്റിച്ചു എന്നുള്ളതിന് ഈ പെൺകുട്ടിയും ഒക്കെ അതൊക്കെ വിട്ട് കളഞ്ഞേക്കാം, ജീവിതത്തിൽ എന്ത് ചെയ്യാം, മൂവ് ഓൺ ചെയ്യാം എന്നൊക്കെ വിചാരിച്ചിരുന്ന ഒരാളുകളാണ്. പക്ഷെ അപ്പോഴാണ് പെട്ടെന്ന് ഈ കൂടെ നടന്നിരുന്ന ഒരാൾ, അതായത് ഈ പറയുന്ന പറ്റിച്ച ആളുടെ കൂടെ നടന്നിരുന്ന ഒരാൾ ഇതൊരു വലിയ മിടുക്കായി മറ്റ് നിരവധി പേരുടെ അടുത്ത് പറയുകയൊക്കെ ചെയ്തത് കേട്ടിട്ടാണ് ആ പെൺകുട്ടി വീണ്ടും പ്രൊവോക്കഡായത്. അതായത് ഞാൻ പറ്റിക്കപ്പെട്ടു എന്നുള്ളതിന് കുഴപ്പമില്ല, ഞാൻ പറ്റിക്കപ്പെട്ടു, അത് അവൻ്റെ മിടുക്കാണെന്നും ഞാൻ ഈ പറഞ്ഞ പോലെ എന്നെ പറ്റിച്ചു എന്നും എൻ്റെ ജീവിതത്തിൽ എന്നെ വലിയ തോതിൽ യൂസ് ചെയ്തു എന്നും ഒക്കെ നിരവധി ആളുകളുടെ അടുത്ത് പറഞ്ഞത് കേട്ടിട്ടാണ് ആ പെൺകുട്ടി വലിയ തോതിൽ പ്രൊവോക്കഡായി എന്ത് ചെയ്തത്, പരാതി വീണ്ടും കൊടുക്കാനായിട്ടൊക്കെ തയ്യാറായത്. അപ്പം ഞാൻ പറഞ്ഞു വന്നത് അത് പരാതിയും കേസും ഒക്കെ ആയിട്ട് മാറിയതാണ്. അപ്പോൾ അതൊക്കെ ഞാൻ പറഞ്ഞു വന്നത് അത്തരത്തിലുള്ള ചില അനുയായികളൊക്കെ ഉപയോഗിച്ച് ഇത് മാനേജ് ചെയ്യാം എന്ന് വിചാരിച്ചതിൻ്റെ വലിയ അബദ്ധം കൂടിയാണ്, അല്ലെങ്കിൽ വലിയ വില കൂടിയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന ഈ കക്ഷി കൊടുക്കേണ്ടി വരുന്നത് എന്നുള്ളത് മറന്നു പോകരുത്. പാലക്കാട് ഇവനൊരു ഇൻവെസ്റ്റ്മെൻ്റ് ആയിരിക്കും എന്നുള്ളതാണ് ഷാഫി പറമ്പിലൊക്കെ സംസാരിച്ചത്. ഇത് വലിയ ഇൻവെസ്റ്റ്മെൻ്റ് അല്ല, ഇത് കേരളം മുഴുവൻ കോൺഗ്രസിനെ തറക്കാനുള്ള ഒരു ലയബിലിറ്റിയായി മാറി. ഇന്നലെ ഞാൻ ഈ വാർത്ത കേൾക്കുമ്പോൾ ഞാൻ ഞെട്ടിപ്പോയൊരു കാര്യം, റിപ്പബ്ലിക് TV-യിൽ, NDTV-യിൽ, അതുപോലെ ഇന്ത്യ ടുഡേയിൽ, ഇതുപോലെയുള്ള എല്ലാ ചാനലുകളിലും, ന്യൂസ് 18 ഇംഗ്ലീഷ് അടക്കമുള്ള എല്ലാ ചാനലുകളിലും ഇത്തരത്തിൽ വലിയ ബ്രേക്കിംഗ് ന്യൂസായി ഈ സംഭവം വന്നുകൊണ്ടിരിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ എത്രത്തോളം പ്രാധാന്യത്തോടു കൂടിയാണ് ഇന്ന് നാഷണൽ ലെവലിൽ പോലും കോൺഗ്രസ് എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് എത്ര വലിയ ഡാമേജ് ഉണ്ടാക്കി എന്നുള്ളത് എൻ്റെ പ്രിയപ്പെട്ട കോൺഗ്രസ്സുകാർ പോലും ആലോചിക്കണം. നിങ്ങൾ ഇവരെ സപ്പോർട്ട് ചെയ്ത് കോൺഗ്രസിനെ ഇല്ലാതാക്കരുത് എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ.